കട്ടച്ചിറ വിഷ്ണുവിലാസം NSS കരയോഗ പ്രസിഡന്റിനു നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധം വ്യാപകം. കട്ടച്ചിറ 5342 നമ്പർ ശ്രീ വിഷ്ണുവിലാസം NSS കരയോഗം പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ളയെ കഴിഞ്ഞ ജനുവരി 2 രാത്രി 8:30 കട്ടച്ചിറ ഹോമിയോ ആശുപത്രിക്ക് വടക്ക് നെടിയത്ത് വീടിന് സമീപത്ത് വെച്ച് 2 പേർ മാരകമായി ആക്രമിക്കുകയായിരുന്നു. കട്ടച്ചിറ 5342 നമ്പർ ശ്രീ വിഷ്ണു വിലാസം NSS കരയോഗത്തിന്റെ പ്രസിഡന്റ് രാജേന്ദ്രൻ പിള്ളയ്ക്ക് നേരെയുണ്ടായ വധശ്രമത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കഴിഞ്ഞ ജനുവരി 2 രാത്രി 8:30 കട്ടച്ചിറ ഹോമിയോ ആശുപത്രിക്ക് വടക്കുവശത്ത് നെടിയത്ത് വീടിന് സമീപം വെച്ച് ആണ് 2 പേർ മാരകമായി ആക്രമിച്ചത്. ഹെൽമറ്റ് ധാരികളായ 2 പേർ റോഡിന് കുറുകെ ബൈക്ക് വെച്ച് തന്റെ വാഹനത്തിന് കടന്നുപോകാൻ കഴിയാത്ത വിധം തടസ്സമുണ്ടാക്കി ക്രൂരമായി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റ രാജേന്ദ്രൻ പിള്ള പറയുന്നു. ഗുരുതര പരിക്കുകളോടെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായി വള്ളികുന്നം പോലീസ് സ്റ്റേഷനിൽ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ടെന്നും രാജേന്ദ്രൻ പിള്ള അറിയിച്ചു. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന് വള്ളികുന്നം SHOയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. മൂക്കിന്റെ പാലത്തിന് മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റതിനാൽ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നീരും വീക്കവും കുറഞ്ഞാലേ ശസ്ത്രക്രിയ സാധ്യമാകൂ. ഇതിനാൽ തന്നെ രാജേന്ദ്രൻ പിള്ളയെ വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഏകദേശം 8:30 ഞാൻ കോയിക്കൽ ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് വരുമായിരുന്നു എൻ്റെ ഇരുചക്ര വാഹനത്തിൽ. അപ്പം ഫർണിക്കാവ് ഗവൺമെൻറ് ഹോമിയോ ഹോസ്പിറ്റൽ കട്ടച്ചിറയുള്ള അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള വളവിൽ വെച്ച് 2 പേർ, ഒരാൾ ബൈക്കിൽ അവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു റോഡിന് സൈഡില്ലാത്ത രീതിയിൽ. ഞാൻ ഇടതുവശം ചേർത്ത് വീട്ടിലിട്ട് ആ വണ്ടി സൈഡെടുത്ത് വരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പുറകിൽ നിന്ന് ആൾ ശക്തിയായിട്ട് വന്ന് എൻ്റെ മൂക്കിനിടിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്കൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അപ്പോൾ വീണ്ടും തുരുതുര 2 പ്രാവശ്യം ഇടിക്കുകയും ഞാൻ പറഞ്ഞ റോഡിൽ വീഴുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് ചീറ്റാൻ തുടങ്ങി. ഞാൻ എഴുന്നേക്കാൻ ശ്രമിച്ചു. അപ്പോഴത്തേനും ഇവർ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. അവർ വടക്ക് ഭാഗത്തോട്ടാണ് പോയത്. അപ്പോൾ തന്നെ ഞാൻ ബൈക്ക് എടുത്ത് അപ്പോഴത്തേനും എൻ്റെ ഒരു സുഹൃത്ത് സന്ദീപ്, അദ്ദേഹം ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാറിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കായംകുളത്തോട്ട് പോവുകയും അവിടെ CT സ്കാൻ ചെയ്തപ്പം എൻ്റെ മൂക്കിന് പൊട്ടലുണ്ടെന്ന് അറിയാൻ സാധിക്കുകയും ചെയ്തു. അപ്പം കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ വണ്ടാനത്തേക്ക് റെഫർ ചെയ്തു. പക്ഷേ ഞാൻ വണ്ടാനത്ത് പോയില്ല. ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തി. മൂക്കിന് പൊട്ടലുണ്ട്. അപ്പം ഒരാഴ്ചത്തെ വിശ്രമം നിർദ്ദേശിച്ചിരിക്കുകയാണ്. വള്ളികുന്നം സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിക്കുകയും അവിടെ നിന്ന് രാത്രി തന്നെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ സംഘടനകളൊക്കെ ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. പ്രതികളെ എത്രയും വേഗം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് വിശ്വസിക്കുന്നു. CDNet ന്യൂസ്, കായംകുളം.